ഹലോ, അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചപ്പാത്തിൻ്റെയും വൈറ്റ് റൈസിൻ്റെയും ഒക്കെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ തരുന്ന ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പം കറിവേപ്പില, വലിയ ജീരകം, വെല്ലുള്ളി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ ഉള്ളിനേക്കാൾ കൂടുതൽ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലി കളറിന് യൂസാക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സാദാ ചില്ലി പൗഡറും യൂസാക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ച് അതിൽ എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ചെമ്മീനാണ്. ചെമ്മീൻ പൊടി ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. വലിയ ചെമ്മീനിനേക്കാളും ടേസ്റ്റ് ചെമ്മീൻ പൊടി ആകുമ്പോഴാണ്. എന്നിട്ട് ചെമ്മീൻ അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവുന്നത് വരെ മൂടി വെക്കുക. അതിങ്ങനെ വെന്ത് വരുമ്പം അത് അത്യാവശ്യം എന്തായിട്ടുണ്ടാവും, അതിൻ്റെ വെള്ളം കൂർന്ന് പോയിട്ടുണ്ടാവും. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടുതലാണോ എന്ന് തോന്നും. പക്ഷേ നമ്മുടെ ചെമ്മീനും ആ ഉള്ളിയും തക്കാളീൻ്റെ ടേസ്റ്റൊക്കെ ആ ചെമ്മീനിൽ പിടിച്ചെടുക്കാനുള്ള വെള്ളമാണത്. അത് നമ്മൾ വെന്ത് വരുന്നതിനനുസരിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് വരും. നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ വെള്ളം കുറഞ്ഞ് വരും. നമുക്ക് അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി.